ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഉദ്ഘാടകൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, മലയാളത്തിൻ്റെ ഭാവഗായകനായ ശ്രീ പി ജയചന്ദ്രൻ നമ്മോട് വിട പറഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിരിക്കുന്നു. മലയാളിക്ക് ഒരു ഗാന സംസ്കാരമുണ്ടായിരുന്നു. പക്ഷേ പഴയ കാലത്ത് അതൊക്കെ ഓരോ പ്രത്യേക വിഭാഗത്തിനുള്ള പാട്ടുകളായിരുന്നു. എന്നാൽ അതിൽ നിന്നും മാറി മലയാളിക്ക് പൊതുവായി ഒരു ഗാന സംസ്കാരം ഉണ്ടായി വരുന്നത് ചലച്ചിത്ര ഗാനങ്ങളുടെ ആവിർഭാവത്തോടെയാണ്. മലയാളികൾ വിശാലമായ ഒരു മാനവികതാ ബോധത്തിലേക്ക് ചുവടുവെക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങളുടെ സജീവമായ സാന്നിധ്യത്തോടു കൂടിയാണ്. 50കളിൽ മലയാള സിനിമകളിൽ തരംഗമായി മാറിയ അതിമനോഹരമായ സിനിമാ ഗാനങ്ങൾ ഇതിന് നാന്ദി കുറിച്ചു. പ്രസ്തുത ഗാനശാഖയിലെ അതുല്യമായ പ്രതിഭാവിലാസം കൊണ്ട് നമ്മെ വിസ്മയിപ്പിച്ച ഒരു ഗായകനായിരുന്നു ശ്രീ പി ജയചന്ദ്രൻ. മലയാളിക്ക് വളരെ സമ്പന്നമായ ഒരു കേൾവിയുടെ സംസ്കാരമുണ്ടായിരുന്നു. ഇന്നുണ്ടോ എന്ന് ചോദിച്ചാലില്ല. ഇന്ന് പാട്ട് കേൾക്കുകയല്ല, കാണുകയാണ്. പണ്ട് പാട്ട് കേട്ടുകൊണ്ട് ഏത് ജോലിയും ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതിന് നമ്മെ സഹായിച്ചത് റേഡിയോ ആയിരുന്നു. ഈ റേഡിയോ വീട്ടിലൊരു അംഗത്തെ പോലെയായിരുന്നു. ഈ സന്തോഷ് കുമാറിൻ്റെ ഒരു കഥയുണ്ട്, പണയം എന്ന പേരിൽ. അത് റേഡിയോ ആയിട്ടുള്ള ഒരു ആത്മബന്ധത്തിൻ്റെ ഒരു കഥയാണ്. ഇന്ന് നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും കണ്ണുകളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. ഏഴാച്ചേരിയുടെ ഒരു കവിതയുണ്ട്, കണ്ണും വിരലും എന്നാണ് അതിൻ്റെ പേര്. അതായത് കാണുക, പിന്നെ വിരൽ ഇത് ടൈപ്പ് ചെയ്യുക. അപ്പോൾ കാണുകയും ടൈപ്പ് ചെയ്യുകയും ചെയ്യുക. അത് വേറെ വിഷയമായതുകൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. മലയാളിക്ക് സമ്പന്നമായ കേൾവിയുടെ ഒരു സംസ്കാരം ഉണ്ടാക്കി കൊടുത്തത് പ്രധാനമായും ചലച്ചിത്ര ഗാനങ്ങളാണ്. റേഡിയോയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന ചലച്ചിത്ര ഗാനങ്ങളിലൂടെയാണ് ജയചന്ദ്രൻ എന്ന ഗായകൻ നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ ഹൃദയത്തിൽ ചേക്കേറിയത്. എന്തായിരുന്നു ജയചന്ദ്രൻ്റെ പാട്ടുകളുടെ പ്രത്യേകത? അത് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് ജയചന്ദ്രനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഭാവഗായകൻ എന്നാണ്. ജയചന്ദ്രൻ പാടുമ്പോൾ അത് നമ്മുടെ പാട്ടായിട്ട് നമുക്ക് തോന്നും. കഥ മുഴുവൻ തീരും മുമ്പേ യവനിക വീഴും മുമ്പേ, കഥ മുഴുവൻ തീരും മുമ്പേ യവനിക വീഴും മുമ്പേ, കവിളത്ത് കണ്ണീരോടെ കഥനത്തിൻ കണ്ണീരോടെ കടന്നുവല്ലോ അവൾ നടന്നുവല്ലോ, മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്ന് നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. ജയചന്ദ്രൻ ഇങ്ങനെ ഓരോ പാട്ട് പാടുമ്പോഴും ഈ പാട്ട് നമുക്ക് വേണ്ടിയാണല്ലോ പാടുന്നത് എന്ന ബോധം നമ്മിലുണ്ടാകും. കണ്ണടച്ച് ആ പാട്ട് ആസ്വദിക്കുമ്പോൾ ജയചന്ദ്രൻ ഈ പാട്ട് പാടുന്നത് എനിക്ക് വേണ്ടിയാണല്ലോ എന്ന് നാം അറിയുന്നു. യേശുദാസ് സ്വന്തം ശബ്ദമാധുര്യം കൊണ്ടാണ് നമ്മുടെ സംഗീത പ്രപഞ്ചത്തിൽ വലിയൊരു സിംഹാസനത്തിനുടമയായി മാറിയത്. എന്നാൽ ജയേന്ദ്രൻ പാട്ടിന് നൽകുന്ന ഹൃദ്യമായ ഭാവം കൊണ്ട് നമ്മെ അതിശയിപ്പിച്ചു. ആ ഭാവം പ്രണയമാവട്ടെ, വിരഹമാവട്ടെ, ദുഃഖമാവട്ടെ, പ്രതീക്ഷയാവട്ടെ, തമാശയാവട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ഈ ഭാവങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ അനുഭവങ്ങളൊക്കെ അനുഭൂതിയാക്കി മാറ്റാൻ കഴിയുന്ന തരത്തിൽ പാട്ടിനെ ഉൾക്കൊണ്ട് പാടാനുള്ള അസാധാരണമായൊരു സിദ്ധിവിശേഷം അത് ജയചന്ദ്രനുണ്ട്. അതാണ് ഇതര ഗായകരിൽ നിന്നും ജയേന്ദ്രനെ വ്യത്യസ്തനാക്കുന്നത്. ജയചന്ദ്രൻ ശാസ്ത്രീയമായി സംഗീതം പഠിച്ചിട്ടില്ല.
അദ്ദേഹത്തെ പാട്ട് പഠിപ്പിക്കാൻ പിതാവ് ശ്രമിച്ചുവെങ്കിലും അദ്ദേഹം അതിൽ നിന്നൊഴിഞ്ഞു മാറി. പകരം താളത്തോടുള്ള തൻ്റെ ആഭിമുഖ്യം പ്രകടിപ്പിക്കുകയും അങ്ങനെ മൃദംഗം പഠിക്കുവാൻ തുടങ്ങുകയും ചെയ്തു. കേരളത്തിൽ സംസ്ഥാന സ്കൂൾ കലോത്സവം ആരംഭിച്ച 1958 യേശുദാസും ജയചന്ദ്രനും ലളിതഗാന മത്സരത്തിൽ പങ്കെടുത്തു. യേശുദാസിന് 1-ാം സ്ഥാനവും ജയേന്ദ്രന് 2-ാം സ്ഥാനവും ലഭിച്ചു. എന്നാൽ മറ്റൊരു മത്സരത്തിൽ ജയേന്ദ്ര 1-ാം സ്ഥാനം നേടി. അത് മൃദംഗവാദനത്തിലാണ്. ഇപ്പം ജന്മസിദ്ധമായിട്ടുള്ള താളബോധം അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ മനോഹരമാക്കുന്നതിൽ ഏറെ സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹം പാട്ടുപാടുമ്പോൾ ഒരു കയ്യിൽ മൈക്കും മറ്റേ കയ്യിൽ പുസ്തകവും ഉണ്ടാവും. ആ സമയത്തും ഇടത് കാലുകൊണ്ട് താളം പിടിക്കുന്നത് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ വേണ്ടി സാധിക്കും. തൻ്റെ നാടായ ഇരിഞ്ഞാലക്കുടിയുടെ ഒരു ദൃശ്യ സംസ്കാരവും താള സംസ്കാരവും ഇതൊക്കെ വളരെ ആഴത്തിൽ ജയേന്ദ്രനെ സ്വാധീനിച്ചിട്ടുണ്ട്. ജയേന്ദ്രൻ നല്ലൊരു വായനക്കാരനൊന്നും ആയിരുന്നില്ല, പക്ഷേ അദ്ദേഹം നല്ലൊരു കേൾവിക്കാരനായിരുന്നു. ഒരു ഗായകനെ സംബന്ധിച്ച് അത് ഏറെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് അയാളുടെ എഴുത്തുകൾ ശക്തിപ്പെടുത്താൻ വായന എത്രത്തോളം പ്രയോജനപ്പെടുന്നുവോ അത്രത്തോളം പ്രാധാന്യം ഒരു ഗായകന് പാട്ട് കേൾക്കുന്നതിലുണ്ട്. സ്വന്തം സംഗീതത്തെ ശക്തിപ്പെടുത്താൻ ജയചന്ദ്രൻ ഉപയോഗിച്ചത് ഈ രീതിയായിരുന്നു. പരമാവധി പാട്ട് കേൾക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്തു. ഇപ്പം മുഹമ്മദ് റാഫിയെക്കുറിച്ചൊക്കെ ജയചന്ദ്രൻ പറഞ്ഞാൽ മതിയാവില്ല. അദ്ദേഹം ദൈവത്തിൻ്റെ സ്ഥാനത്താണ് മുഹമ്മദ് റാഫിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ ശബ്ദത്തെ. അതുപോലെ ഫീമെയിലിൽ സുശീലാമ്മയോട് അദ്ദേഹത്തിന് വലിയ ആരാധനയായിരുന്നു, കടുത്ത ആരാധനയായിരുന്നു. റഫി സാഹിബിൻ്റെയും സുശീലാമ്മയുടെയും പാട്ടുകൾ അദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ച് പാടിക്കൊണ്ടിരിക്കുകയും അതേപോലെ ആ പാട്ടുകൾ ധാരാളം കേൾക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെയാണ് ജയചന്ദ്രൻ തൻ്റെ പാട്ടുകൾക്ക് ഒരു ഭാവപ്രപഞ്ചം ഉണ്ടായിക്കൊടുത്തത്. രാജീവ നയനേ നീയുറങ്ങൂ, രാഗവിലോലേ നീയുറങ്ങൂ, രാജീവ നയനേ നീയുറങ്ങൂ, രാഗവിലോലേ നീയുറങ്ങൂ, 1000 ചുംബന സ്മൃതി സുമങ്ങൾ അധരത്തിൽ ചാർത്തി നീയുറങ്ങൂ, അധരത്തിൽ ചാർത്തി നീയുറങ്ങൂ. ഈ പാട്ടുകളൊക്കെ കേൾക്കുമ്പം ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പോവും. ഒരിക്കൽ ഗുരുവായൂർ ഒരു കോളേജിൻ്റെ ആർട്സ് ഫെസ്റ്റിവൽ നടക്കുന്നു. അപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത സംഗീത സംവിധായകനായിട്ടുള്ള MS വിശ്വനാഥനാണ്. അപ്പോൾ വിശിഷ്ടാതിഥിയായിട്ട് അവിടെ ജയചന്ദ്രനുണ്ട്. അപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞു, അടുത്ത ഊഴം ജയേന്ദ്രൻ്റേത്. ജയേന്ദ്രൻ സംസാരിക്കാൻ വേണ്ടി മൈക്കിന് മുന്നിലെത്തി. അദ്ദേഹം അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരോട് പറഞ്ഞു, എനിക്ക് പ്രസംഗിച്ചിട്ട് ശീലമൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല. നിങ്ങളുടെ അനുവാദമുണ്ടെങ്കിൽ ഞാൻ പാടിയൊരു പാട്ട് നിങ്ങൾക്കായിട്ട് ഞാനിവിടെ പാടാം, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ. പ്രേക്ഷകർക്ക് എന്ത് ബുദ്ധിമുട്ട്? അവർ നീണ്ട കരഘോഷം മുഴക്കി അതിനെ ഞങ്ങൾ വില്ലിങ് ആണ് എന്ന് അറിയിച്ചുകൊണ്ട്. ഉടനെ ജയേന്ദ്രൻ പാടി, ഞാനിപ്പോൾ പാടി ഈ പാട്ട്. രാജീവ നയനേ നീയുറങ്ങൂ, രാഗവിലോലേ നീയുറങ്ങൂ. സദസ്സിലാകെ പിൻ ഡ്രോപ്പ് സൈലൻസ്. പാട്ട് കഴിഞ്ഞ് ജയേന്ദ്രൻ തൻ്റെ സീറ്റിൽ വന്നിരുന്നു. അപ്പോൾ തൊട്ടടുത്ത് MS വിശ്വനാഥന് ആണ് ഇരിക്കുന്നത്, പ്രശസ്ത സംഗീത സംവിധായകൻ. അദ്ദേഹം പറഞ്ഞു ജയേന്ദ്രനോട്, വളരെ മനോഹരമായ പാട്ടല്ലോ, ആരാണ് ഈ പാട്ട് കമ്പോസ് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ ജയേന്ദ്രൻ അദ്ദേഹത്തെ നോക്കിയിട്ട് പറഞ്ഞു, അത് വലിയൊരു സംഗീത സംവിധായകൻ കമ്പോസ് ചെയ്ത പാട്ടാണ്. ഒരുപക്ഷെ പേര് പറഞ്ഞാൽ താങ്കൾക്കറിയും, അദ്ദേഹത്തിൻ്റെ പേര് MS വിശ്വനാഥൻ എന്നാണ്. ഇത് കേട്ടത് MS വിശ്വനാഥൻ പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു. ഇത് രവിമേനോനുമായിട്ടുള്ള ഒരു അഭിമുഖത്തിൽ ജയേന്ദ്രൻ പറഞ്ഞതാണ്. എന്നിട്ട് ജയേന്ദ്രൻ ആത്മകഥം എന്നോണം പറഞ്ഞു,
മികച്ച പാട്ടുകൾ സൃഷ്ടിച്ച ലെജൻഡുകൾക്ക് ഒരു പക്ഷേ അത് മറക്കാൻ പറ്റിയെന്ന് വരും. പക്ഷേ നമ്മെപ്പോലുള്ള ആസ്വാദകർക്ക് എങ്ങനെയാണ് ഈ പാട്ടുകളൊക്കെ മറക്കാൻ പറ്റുക? അപ്പോൾ യേശുദാസ് ചലച്ചിത്രഗാന രംഗത്ത് വന്ന് ഏകദേശം ഒരു 4 വർഷത്തിന് ശേഷമാണ് ജയചന്ദ്രൻ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്. യേശുദാസിന്റെ മാസ്മരിക ശബ്ദത്തിൽ പുളകം കൊണ്ടിരുന്ന മലയാള ചലച്ചിത്രഗാന രംഗത്ത് പുതിയൊരു ഗായകനെ പരീക്ഷിക്കുക എന്നത് അക്കാലത്ത് ചിന്തിക്കാൻ പോലും സാധ്യമായിരുന്നില്ല. കുഞ്ഞാലി മരക്കാർ എന്ന സിനിമയിലെ ജയചന്ദ്രന്റെ ആദ്യ ഗാനം പാടിക്കുന്നതിൽ നിർമ്മാതാക്കൾക്കൊക്കെ വലിയ എതിർപ്പായിരുന്നു. പക്ഷേ സംഗീത സംവിധായകനായ ചിദംബരനാഥിന് ജയചന്ദ്രനുള്ള വിശ്വാസം കൊണ്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ ചിത്രം പുറത്തിറങ്ങിയില്ല. അതുപോലെ ഉദ്യോഗസ്ഥ എന്ന സിനിമയിൽ പി ജയചന്ദ്രന്റെ അതിമനോഹരമായൊരു ഗാനമുണ്ട്. അപ്പോൾ അതിൽ മറ്റു പാട്ടുകളൊക്കെ പാടുന്ന യേശുദാസ്, അതുപോലെ അറിയപ്പെടുന്ന ഫീമെയിൽ സിംഗേഴ്സൊക്കെയാണ്. അപ്പോൾ ഒരു ഗാനം ജയചന്ദ്രനെ കൊണ്ട് പാടിക്കാമെന്ന് സിനിമയുടെ സംവിധായകനായിട്ടുള്ള വേണു നിർദ്ദേശിച്ചു. എന്നാൽ ഇതിലെ ഗാനങ്ങളൊന്നും പുതിയ ഗായകർ പാടേണ്ട പാട്ടല്ലെന്നും അത് യേശുദാസ് തന്നെ പാടണമെന്നും നിർമ്മാതാക്കൾ ശാഠ്യം പിടിച്ചു. പക്ഷേ സംവിധായകനായിട്ടുള്ള വേണു പറഞ്ഞു, കഴിവുള്ള ഒരു യുവഗായകനെ നിരുത്സാഹപ്പെടുത്തുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല, എനിക്കതിന് കൂട്ടുനിൽക്കാനാവില്ല, ഇത് ജയചന്ദ്രൻ തന്നെ പാടണം. അതിൻ്റെ പേരിൽ എന്ത് സംഭവിച്ചാലും അതിൻ്റെ റിസ്ക് ഞാൻ ഏറ്റെടുക്കുമെന്ന് സംവിധായകൻ വേണു പറഞ്ഞു. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ നിർമ്മാതാക്കൾക്ക് അത് സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ ഉദ്യോഗസ്ഥ സിനിമയിലെ മറ്റു പാട്ടുകളൊക്കെ വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകൾ പാടിയപ്പോൾ ഒരു പാട്ട് മാത്രം ജയചന്ദ്രൻ പാടി. എന്നാൽ സിനിമ റിലീസായ സമയത്ത് ആ സിനിമയിലെ ഏറ്റവും കൂടുതൽ ആസ്വദിക്കപ്പെട്ട ഗാനം ജയചന്ദ്രൻ പാടിയ പാട്ടായിരുന്നു. ആ ഗാനമാണ് അനുരാഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ദേവതേ. ഏതൊരു സാധാരണ മനുഷ്യനെയും തൻ്റെ പാട്ടിലേക്ക് വലിച്ചെടുപ്പിക്കാനുള്ള അസാമാന്യ സിദ്ധിവിശേഷം ജയചന്ദ്രനുണ്ടായിരുന്നു. ഇത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. മലയാളത്തിലെ പ്രശസ്തരായിട്ടുള്ള എല്ലാ ഗാനരചയിതാക്കളുടെയും സംഗീത സംവിധായകരുടെയും പാട്ടുകൾ പാടാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചിട്ടുണ്ട്. ജയചന്ദ്രൻ മരിച്ചപ്പോൾ ശ്രീകുമാരൻ തമ്പി പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ 220 പാട്ടുകൾ ജയചന്ദ്രൻ പാടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. എത്രയെത്ര ഗാനങ്ങളാണ് അദ്ദേഹം അനശ്വരമാക്കിയത്. കരയുന്ന രാക്കിളിയേ തിരിഞ്ഞൊന്നു നോക്കിയിടാതെ മധുമാസ ചന്ദ്രലേഖ മടങ്ങുന്നു പള്ളി തേരിൽ കരിമുകിൽ കാട്ടിലേ രജനി തൻ വീട്ടിലേ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി കരയിൽ നീ മാത്രമായി. ജയചന്ദ്രൻ്റേതായിട്ട് പുറത്തിറങ്ങിയ ആദ്യ സിനിമാ ഗാനമാണിത്. ഇതുപോലെയുള്ള പാട്ടുകളൊക്കെ ആർക്കാണ് മനസ്സിൽ നിന്ന് മായ്ച്ചു കളയുവാൻ വേണ്ടി സാധിക്കുക? ഇത്തരം പാട്ടുകളിലൂടെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത വിപുലമായ ഒരു ഭാവപ്രപഞ്ചം ബാക്കിയാക്കിയാണ് ജയചന്ദ്രൻ എന്ന കടത്തുവള്ളം യാത്രയായത്. കരയിൽ അവശേഷിച്ച സംഗീതാസ്വാദകർക്കായി അദ്ദേഹം പാടിയ ഒരു ഗാനത്തിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ സംഗീതോപാസന ധന്യമായിരുന്നു. ഇപ്പം അദ്ദേഹം
അന്തരിച്ച സമയത്ത് മാതൃഭൂമി കൊടുത്ത ഹെഡ്ലൈൻ തന്നെ ഇതായിരുന്നു, ധന്യമായ ഉപാസന എന്ന. ഉപാസന ഉപാസന ഇതു ധന്യമാമൊരുപാസന. ഉണരട്ടെ ഉഷസ്സു പോലുണരട്ടെ, ഒരു യുഗചേതന ഉണരട്ടെ, ഉപാസന ഉപാസന. ഈ ഗാനത്തില് കാലാതിവർത്തിയായിട്ടുള്ള ഒരു സന്ദേശം അദ്ദേഹം പറയുന്നുണ്ട്. നമ്മുടെ വർത്തമാനകാല ജീവിത പരിസരങ്ങളിൽ ഏറെ പ്രസക്തമാണ് ആ വരികൾ. സത്യം മയക്കുമരുന്നിൻ്റെ ചിറകിൽ സ്വർഗത്ത് പറക്കൂമീ നാട്ടിൽ, ഇല്ലാത്ത സ്വർഗത്തു പറക്കൂമീ നാട്ടിൽ, സ്വപ്നം മരിക്കുമീ നാട്ടിൽ, സർഗസ്വരൂപിയാം ശാസ്ത്രം നിർമ്മിക്കും അഗ്നികുണ്ഡങ്ങൾക്കുള്ളിൽ മനുഷ്യ, ഹേ മനുഷ്യ, വലിച്ചെറിയൂ നിന്റെ മുഖം മൂടി. ഉപാസന ഉപാസന ഇതു ധന്യമാമൊരുപാസന. തികച്ചും വേറിട്ട ഒരു ശബ്ദ സൗകുമാര്യത്തിനുടമയായിരുന്നു ജയചന്ദ്രൻ എന്ന് നമുക്കൊക്കെ അറിയാം. ഇപ്പം ജയചന്ദ്രനും യേശുദാസും പാടിയൊരു പാട്ടുണ്ട്, രണ്ടുപേരും ആ പാട്ട് പാടിയിട്ടുണ്ട്. ആ പാട്ടിതാണ്, സൗഗന്ധികങ്ങളെ വിടരുവിൻ, സമാധിയിൽ നിന്നുണരുവിൻ, മൗനമകരന്തം വീശും മഞ്ജു സ്വപ്നശതങ്ങളെ, സൗഗന്ധികങ്ങളെ വിടരുവിൻ, സമാധിയിൽ നിന്നുണരുവിൻ. അപ്പോൾ ഈ പാട്ട് യേശുദാസും ജയേന്ദ്രനും പാടി. പക്ഷെ ജയേന്ദ്ര പാടിയതിൻ്റെ ഒരു വല്ലാത്തൊരു ആകർഷണീയതയാണ് ആ പാട്ടിന്. ഇപ്പം ഒരു സിനിമയിൽ 3-4 മിനിറ്റ് മാത്രമുള്ള ഒരു സന്ദർഭത്തെ, അതാണ് ഒരു പാട്ട് എന്ന് പറയുന്നത്, സിനിമയിൽ വരുന്ന ഒരു 3-4 മിനിറ്റ്, അങ്ങനെയുള്ള ഒരു സന്ദർഭത്തെ തലമുറകളുടെ അനുഭൂതിയാക്കി മാറ്റാൻ ഒരു ഗായകന് കഴിയുന്നു എന്നത് ഒരു ചെറിയ കാര്യമല്ല, വളരെ വലിയ കാര്യമാണ്. അതാണ് ജയേന്ദ്രൻ നേടിയെടുത്തത്. ഏകാന്തപഥികൻ ഞാൻ, ഏതോ സ്വപ്നവസന്തവനത്തിലേകാന്തപഥികൻ ഞാൻ, എവിടെ നിന്നെത്തിയെന്നറിവില്ല, ഏതാണ് ലക്ഷ്യമെന്നറിവില്ല, മായാമൃഗത്തിനെ തേടുന്ന പാന്തൻ ഞാൻ, തേടുന്ന പാന്തൻ ഞാൻ. വലിയ തത്വചിന്ത അടങ്ങിയിട്ടൊരു പാട്ടാണിത്. ഇതുപോലെ വലിയ തത്വചിന്ത അടങ്ങിയിട്ടുള്ള മറ്റൊരു പാട്ടുണ്ട്, വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു പാട്ടാണ്. കാവ്യപുസ്തകമല്ലോ ജീവിതം, ഒരു കാവ്യപുസ്തകമല്ലോ ജീവിതം, ഇതിൽ കണക്കെഴുതാൻ ഏടുകളെവിടെ, ഏടുകളെവിടെ, കാവ്യപുസ്തകമല്ലോ ജീവിതം. എത്ര വലിയ തത്വമാണ് അനായാസമായിട്ട് സാധാരണ മനുഷ്യരുടെ ഉള്ളിലേക്ക് ജയേന്ദ്രൻ ഈ പാട്ടിലൂടെ സന്നിവേശിപ്പിച്ചിരിക്കുന്നത്. സത്യത്തിൽ അത്ഭുതം തോന്നും. നമ്മൾ ഈ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ജീവിതം എന്ന് പറയുന്ന കാവ്യപുസ്തകമാണെന്നും അത് കുറേ കണക്കുകളല്ല, ഇതിനെ നമ്മൾ ആസ്വദിക്കേണ്ടതാണ്, ആവോളം ആസ്വദിക്കേണ്ട ഒരു കാവ്യപുസ്തകമാണ്, അതിനു വേണ്ടി നമുക്ക് തന്നതാണ് എന്നുള്ളതാണ്.
എന്നാൽ ചില ആളുകൾ ഇത് എന്താക്കുന്നു എന്നുകൂടി ആ പാട്ടിലൂടെ ജയേന്ദ്രൻ പറഞ്ഞു തരുന്നുണ്ട്. മധുര കാവ്യമിത് മറക്കുന്നു, ഇതിൽ മണ്ടന്മാർ കണക്കുകൾ കുറിക്കുന്നു, കൂട്ടുന്നു പിന്നെ കിഴിക്കുന്നു, ഒടുവിൽ കൂട്ടലും കിഴിക്കലും പിഴയ്ക്കുന്നു, കാവ്യ പുസ്തകമല്ലോ ജീവിതം. ഈ വരികളിൽ അടങ്ങിയിരിക്കുന്ന മഹത്തായ ആശയം ആ ജയചന്ദ്രന്റെ ആലാപന മാധുര്യത്തിലൂടെ, ആ ഭാവ ആവാഹനത്തിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്കും ഇങ്ങനെ പതുക്കെ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. പിന്നെ ജയേന്ദ്രന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു പാട്ടിലെ സാഹിത്യ ഭംഗി പൂർണ്ണമായും ഉൾക്കൊള്ളുകയും അതിലെ ഓരോ വാക്കിനും ഓരോ മൗനത്തിനും വലിയ അർത്ഥമുണ്ടെന്ന് ബോധ്യപ്പെടുത്തുകയും അതിനനുസരിച്ച് പാടുക എന്നത് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്ക് നൽകിയ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതാണ് അതിൻ്റെ ഓരോ വാക്കിനും ഓരോ മൗനത്തിനും ഒക്കെ അത്രയും പ്രാധാന്യം അദ്ദേഹം കൊടുക്കുന്നുണ്ട്. ആ ഉൾക്കടലിലെ പാട്ടൊക്കെ നോക്കുക, അതും ഡ്വേറ്റാണ്. ശരദിന്ദുമലർദീപ നാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതിമീട്ടി, ഇതുവരെ കാണാത്ത കരയിലേക്കോ ഇനിയൊരു ജന്മത്തിൻ പടവിലേക്കോ മധുരമായി പാടി വിളിക്കുന്നു ആരോ, മധുരമായി പാടി വിളിക്കുന്നു. എൺപതുകളിൽ അദ്ദേഹം മലയാള ചലച്ചിത്ര ഗാനരംഗത്തു നിന്നും തമസ്കരിക്കപ്പെട്ടു. അദ്ദേഹത്തിന് ഏറെ മനോവ്യഥയുണ്ടായിട്ടുള്ള ഒരു സംഭവമായിരുന്നു അത്. പക്ഷെ ഈ സമയത്തും ഭക്തിഗാനങ്ങളിലൂടെയും അദ്ദേഹം ആസ്വാദക ഹൃദയം കവരുന്നുണ്ടായിരുന്നു. അതുപോലെ അന്യഭാഷാ ഗാനങ്ങളും അദ്ദേഹത്തിന് ഈ കാലയളവിലുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ് വൈദേഹി കാത്തിരുന്നു എന്ന തമിഴ് സിനിമ പുറത്തു വരുന്നത്. അതിൽ ജയേന്ദ്രൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ഗാനം, അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡൊക്കെ തമിഴ്നാട് കൊടുത്തത് അതിലാണ്. രസാത്തി ഉന്നേ കാണാതെ നെഞ്ചം കാറ്റാടി പോലാവത്. ഇളയരാജയാണ് അതിന് സംഗീതം കൊടുത്തത്. അതുമായി ബന്ധപ്പെട്ടൊരു അനുഭവം ഒരിക്കലും ഇളയരാജ പറയുന്നുണ്ട്. ഈ തേനി എന്ന് പറയുന്ന സ്ഥലത്ത് തമിഴ്നാട്ടിൽ ഇളയരാജയുടെ വീട്ടിനടുത്തുള്ള ഒരു പ്രദേശം, വളരെ ഉൾഗ്രാമമാണ്, ഒരു വനത്തിനടുത്താണ് ആ സ്ഥലം. അവിടെ ഒരു തിയേറ്ററിൽ, ഒരു സാധാരണ ഓലയൊക്കെ മേഞ്ഞ ഒരു സാധാരണ നാടൻ തിയേറ്ററുകൾ, അത്തരം തിയേറ്ററുകളൊന്നും ഇപ്പം നമ്മുടെ നാട്ടിലില്ല, അതൊക്കെ പോയി. അപ്പോൾ നമ്മുടെയൊക്കെ സിനിമാ സങ്കല്പങ്ങളൊക്കെ രൂപപ്പെടുത്തി എടുക്കുന്നതിൽ വളരെയധികം പ്രാധാന്യം വഹിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള ടാക്കീസുകളായിരുന്നു, ബി ക്ലാസ് തിയേറ്ററുകളും സി ക്ലാസ് തിയേറ്ററുകളും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആ തേനിയിലെ ഉൾഗ്രാമത്തിലുള്ള ആ വനത്തിനടുത്തുള്ള ടാക്കീസിൽ ഈ സിനിമക്ക് മുമ്പായിട്ട് അവിടെ ഈ സിനിമയിലെ പാട്ട് വെക്കും. ഈ ജയേന്ദ്രൻ്റെ ഈ രാസാത്തി ഉന്നയി വെക്കുന്ന സമയത്ത് ഒരു കൂട്ടം ആനകൾ ആ ടാക്കീസിനെ ലക്ഷ്യമാക്കിയിട്ട് വന്നു. അപ്പോൾ ആൾക്കാരൊക്കെ പിന്നെ അതിൻ്റെ പിറകിൽ പോയി ശ്രദ്ധിക്കാൻ തുടങ്ങി. കാരണം അതൊരു പുതിയ കാഴ്ചയായിരുന്നു, കുറേ ആനക്കൂട്ടം. അപ്പോൾ അവിടെ എത്തിയിട്ട് ഈ പാട്ട് പാടുന്ന സമയത്ത് എല്ലാ ആനകളും തുമ്പിക്കൈ ഉയർത്തിയിട്ട് ഏതോ ഒരു ധ്യാനാവസ്ഥയിൽ എന്ന പോലെ എങ്ങനെ നിന്നു. പാട്ട് കഴിഞ്ഞപ്പോൾ അവ വളരെ നിശബ്ദമായിട്ട് തിരിച്ചുപോയി. ഇത് നിത്യവും തുടർന്നു. ആ സിനിമ ആ തിയേറ്ററിൽ ഓടിയിരുന്ന അത്രയും കാലം ഈ സംഭവം ഉണ്ടായിരുന്നു. അതേ സമയത്ത് ഇതേ പാട്ട് പി സുശീലാമ്മ, അതായത് ജയേന്ദ്രൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ശബ്ദമാണ് പി സുശീലാമ്മയുടേത്, ആ പി സുശീലാമ്മ പാടിയതുണ്ടായിരുന്നു, അതും അവിടെ വെക്കാറുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ആനകൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ മനുഷ്യനെ മാത്രമല്ല മറ്റ് ജീവജാലങ്ങളെ കൂടി ആകർഷിക്കുവാനുള്ള ഒരു കഴിവ് ജയേന്ദ്രൻ്റെ ആ ഭാവഗാനത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ചലച്ചിത്ര ഗാനങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടും സിനിമയിൽ പലപ്പോഴും കാണിക്കുവാൻ ജയേന്ദ്രൻ്റെ
പാട്ട് കാണിക്കാറില്ല. അങ്ങനെയുള്ള ദുര്യോഗം ഒരുപാട് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ജയേന്ദ്രൻ. അങ്ങനെയുള്ള ഒരു പാട്ടാണ് ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്തിട്ടുള്ള ശേഷം കാഴ്ചയിൽ എന്ന സിനിമയിലെ മോഹം കൊണ്ടു ഞാൻ ദൂരയേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി ദൂരെ ദൂരെ തള്ളി. എന്നാൽ 90കളിൽ നിറം എന്ന ചിത്രത്തിൽ വിദ്യാസാഗറിന്റെ ഈണത്തിൽ പിറന്ന പ്രായം നമ്മിൽ എന്ന ഗാനത്തിലൂടെ ജയേന്ദ്രൻ ഒരു തിരിച്ചുവരവ് നടത്തി. പുതുതലമുറ ഈ പാട്ട് ഏറ്റെടുത്ത് ഒരു ആഘോഷമാക്കി മാറ്റി. വിദ്യാസാഗറാണ് അതിൻ്റെ സംഗീതം. പിന്നീട് അദ്ദേഹത്തിന് മരണം വരെയും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അതിമനോഹരമായ കുറേ ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ട് പുറത്തു വന്നു. കല്ലായി കടവത്തേ കാറ്റൊന്നും മിണ്ടിലേ മണിമാരൻ വരുമെന്ന് ചൊല്ലിലേ. ഇത്ര മനോഹരമായ പാട്ടാണ്. അതുപോലെ ക്രോണിക് ബാച്ചിലറിലെ സ്വയംവര ചന്ദ്രികേ സ്വർണമണിമേഘമേ ഹൃദയരാഗതൂതു പകരാമോ, അങ്ങനൊരു പാട്ട്. പിന്നെ രാവണപ്രഭുവിലെ അറിയാതെ അറിയാതെ ഈ പവിഴവാർ തിങ്കളറിയാതെ, ആ പാട്ട്. പിന്നെ രവീന്ദ്ര മാഷും ഗിരീഷ് പുത്തഞ്ചേരി ടീമിൻ്റെ നന്ദനത്തിലുള്ള ആരും ആരും കാണാതെ ചുണ്ടത്തെ ചെമ്പകമുട്ടിന്മേൽ ചുംബന കുങ്കുമം തൊട്ടു ഞാൻ ചുംബന കുങ്കുമം തൊട്ടു ഞാൻ. അപ്പം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ ഗാനങ്ങളൊക്കെ തന്നെയും ആസ്വാദകർ നെഞ്ചേറ്റിലാളിച്ചതാണ്. 2021 തോന്നുന്നു അദ്ദേഹത്തിന് 3 ഗാനങ്ങളുടെ ആലാപനത്തിന് കേരളത്തിലെ സംസ്ഥാന അവാർഡ് ലഭിച്ചു. അതിലൊന്ന് എൻ്റെ മൊയ്തി എന്ന് നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിലെ ചങ്ങമ്പുഴിയുടെ വരികളാണ്. ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ. ആ വരികൾ, ചങ്ങമ്പുഴിയുടെ വരികൾ ഭാവഗായകന്റെ മാസ്മരിക ശബ്ദത്തിൽ ഇങ്ങനെ പുറത്തു വന്ന സമയത്ത് മലയാള ഗാനാസ്വാദകർക്ക് അതൊരു നവ്യ അനുഭവമായിട്ട് മാറുകയാണ് ചെയ്തത്. അതിമനോഹരമായിട്ടുള്ള നിരവധി ലളിത ഗാനങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ എന്നോമലാളുറക്കമായി ഉണർത്തരുതേ. ആ പാട്ടിപ്പോൾ ജയേന്ദ്രൻ അന്തരിച്ച സമയത്ത് ഒരുപാട് തവണ നമ്മളത് ടെലിവിഷനിലൂടെയും റേഡിയോയിലും ഒക്കെ കേട്ടിട്ടുള്ള പാട്ട്. മറ്റൊന്ന് സ്മൃതി തൻ ചിറകിലേറി ഞാൻ എന്ന് പറയുന്ന ആ പാട്ട്. അത് DD മലയാളത്തിലൊക്കെ പലപ്പോഴും സംപ്രേഷണം ചെയ്തിരുന്നൊരു പാട്ടാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ഭക്തിഗാനങ്ങളെ കുറിച്ചുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. 1975 പുറത്തു വന്ന സ്വാമി അയ്യപ്പൻ എന്ന സിനിമയിലെ സ്വാമി ശരണം ശരണമെൻ്റെ അയ്യപ്പ സ്വാമിയല്ലാതൊരു ശരണമില്ലയ്യപ്പ ഹരിഹരസുതനീ ശരണം പൊന്നയ്യപ്പ അവിടുന്നല്ലാതൊരു ശരണമില്ലയ്യപ്പ എന്ന ജയേന്ദ്രൻ നയിക്കുന്ന ആ സംഘഗാനം ഏറെ ശ്രദ്ധേയമായി. പിന്നെ 80കളുടെ തുടക്കത്തിലാണ് പുഷ്പാഞ്ജലി എന്ന് പറയുന്ന ഭക്തിഗാന കേസറ്റ് പുറത്തിറങ്ങുന്നത്. S രമേശൻ നായരുടെ അതിമനോഹരമായ രചന, PK കേശവൻ നമ്പൂതിരിയുടെ അതിമനോഹരമായിട്ടുള്ള കമ്പോസ്. അങ്ങനെ വിഘ്നേശ്വര ജന്മ നാളികേരം നിന്റെ തൃക്കാൽക്കലുടയ്ക്കുവാൻ വന്നു തുമ്പിയും കൊമ്പും കൊണ്ടടിയന്റെ മാർഗം തമ്പുരാനെ തടയൊല്ലേ ഏകദന്ത കാക്കണമേ നിയതം എന്ന് തുടങ്ങുന്ന ഗാനം. പിന്നെ മൂകാംബികെ
ഹൃദയതാളാഞ്ജലി പ്രണവനാദാംബികെ സകല വേദാംബികെ എന്ന ഗാനം വടക്കും നാഥന് സുപ്രഭാതം പാടും വണ്ണാത്തിക്കുരുവികൾ ഞങ്ങൾ. ആ ശിവഭക്തി ഗാനം. പിന്നെ അമ്പാടി തന്നിലൊരുണ്ണി തിരുവമ്പാടി കണ്ണനമുണ്ണി ഉണ്ണിക്ക് തൃക്കൈയിൽ പൊന്നോടക്കുഴല് കുഴലിൽ ചുരത്തുന്നതമൃത്. ആ പാട്ട്. പിന്നെ അതിലെ വേറൊരു പാട്ടുണ്ട്, അത് ജയേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് ഒരു പ്രാധാന്യമുള്ള പാട്ടാണ്. ഗുരുവായൂരമ്പലം ശ്രീവൈകുണ്ഠം അവിടുത്തെ ശംഖമാണെൻ്റെ കണ്ഠം കാളിന്തി പോലെ ജനപ്രവാഹം ഇത് കാൽക്കലേക്കു വാഗച്ചാർത്തിലേക്കു. ഒരിക്കല് ജയേന്ദ്രൻ്റെ ശബ്ദം അടഞ്ഞുപോയി. പലർക്കും സംഭവിച്ചിട്ടുള്ളതാണ്, ഗായകർക്കൊക്കെ. അതേപോലെ അദ്ദേഹത്തിന് ശബ്ദം കിട്ടുന്നില്ല. സംസാരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഒരു കാറ്റ് മാത്രം പുറത്തേക്ക് വരുന്നൊരവസ്ഥ. ഒരു ഗായകനെ സംബന്ധിച്ചിടത്തോളം അയാളെ മരണത്തേക്കാൾ ഭീകരമാണത്. പല ചികിത്സകളും ചെയ്തു നോക്കി, കാര്യമായ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ ഒരിക്കൽ നമ്മളെ ഗായിക എസ് ജാനകി അമ്മ ജയേന്ദ്രനോട് പറയുന്നു, ജയനൊരു കാര്യം ചെയ്യൂ, ഗുരുവായൂരപ്പനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, എന്നിട്ട് ഒരു സ്വർണത്തിൻ്റെ ഒരു വെള്ളിയുടെ ഓടക്കുഴലുണ്ടാക്കി അത് ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ജയേന്ദ്രൻ അതുപോലെ ചെയ്തു. ഏറെ താമസിയാതെ അദ്ദേഹത്തിന് ശബ്ദം തിരിച്ചു കിട്ടി. അപ്പോൾ അന്ന് മുതൽ ജയേന്ദ്രൻ വളരെ കഠിനമായിട്ടൊരു ഗുരുവായൂരപ്പ ഭക്തനാണ്. അപ്പോൾ അതാണ് അവിടുത്തെ ശംഖമാണ് എൻ്റെ കണ്ഠം എന്ന് പറഞ്ഞത്. ഒരിക്കൽ ജയേന്ദ്രൻ്റെ അടുക്ക ഒരു ആരാധകൻ പോയിട്ട് പറഞ്ഞു, ഞാൻ അങ്ങയുടെ ശബ്ദത്തിൻ്റെ വലിയൊരു ആരാധകനാണ്, അങ്ങയുടെ വലിയൊരു ആരാധകനാണെന്ന് പറഞ്ഞു. അദ്ദേഹം പക്ഷെ ദേഷ്യപ്പെട്ടു. ആരാധന എന്നോടോ? നീ അതിലും വലിയ ശബ്ദമൊന്നും കേട്ടിട്ടില്ലേ? നീ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് പാടുവാൻ സാധിക്കാൻ വേണ്ടി ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുവാണ്ട്, അതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ കഠിനമായൊരു ഭക്തനും കൂടിയായിരുന്നു. അപ്പോൾ മനസ്സറിഞ്ഞ് പാടുമ്പോഴാണ് ഈ ഭക്തി ഇതിൻ്റെ അകത്തേക്ക് വരുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ജയേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഭക്തിഗാനങ്ങൾ കേട്ട് കോരിത്തരിച്ചത് ദൈവവിശ്വാസമുള്ളവർ മാത്രമല്ല, എല്ലാത്തരം മനുഷ്യരെയും വല്ലാത്തൊരു വൈകാരിക ലോകത്തേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹത്തിൻ്റെ ആലാപനത്തിന് സാധിച്ചു. നമ്മുടെ മഹാത്മയിൽ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്ന ഇപ്പോൾ യശശരീരനായിട്ടുള്ള ശ്രീ സേവ്യർ മാഷുണ്ട്, സേവ്യർ ഡി പടനിലം. ഞാനും അദ്ദേഹം തമ്മിൽ വളരെ അടുത്ത ഒരു സൗഹൃദമായിരുന്നു. എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയായിരുന്നു അദ്ദേഹം. ഞാനും അദ്ദേഹം ഇങ്ങനെ ഗാനങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഭക്തി ഗാനങ്ങളൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ പുഷ്പാഞ്ജലി എന്ന് പറയുന്ന കാസറ്റൊക്കെ ഞാൻ അദ്ദേഹത്തിന് കൊണ്ടു കൊടുത്തിട്ടുണ്ട്, മയിൽപ്പീലിയൊക്കെ. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ഈ ജയേന്ദ്രൻ്റെ പാട്ടുകൾ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. കുറേ ഭക്തിഗാനങ്ങൾ ഞാൻ കൊണ്ടു കൊടുത്തു, പക്ഷേ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പുഷ്പാഞ്ജലിയായിരുന്നു. അതിനെക്കുറിച്ച് പലപ്പോഴും പറയാറുണ്ടായിരുന്നു. അത് പിന്നീട് അദ്ദേഹം കേട്ടിട്ട് ഇഷ്ടപ്പെട്ട് സ്വന്തമായിട്ടൊരു പുഷ്പാഞ്ജലി അദ്ദേഹം വാങ്ങി. പിന്നെ അതുപോലെ ജയേന്ദ്രൻ്റെ അയ്യപ്പ ഭക്തിഗാനങ്ങൾ, ദീപം മകരദീപം എന്ന ആ കാസറ്റിൽ പിച്ചു തിരുമലയാണ് അതിൻ്റെ രചനയും സംഗീതമൊക്കെ നിർവഹിച്ചിട്ടുള്ളത്. ഉച്ചിയിലിരുമുടി കെട്ടുമായി വരുന്നു ഞാൻ, അച്ഛൻ കോവിലയ്യപ്പാരക്ഷയേകൂ, സത്യമാം 18 തൃപ്പടിയേറുമ്പോൾ ദർശനം നൽകണേ തമ്പുരാനേ. അതിലെല്ലാ പാട്ടുകളും നല്ല പാട്ടാണ്. കുളത്തു പുഴയിലെ ബാലകനേ, അച്ഛൻ കോവിലിലാണ്ടവനേ, ആര്യങ്കാവിലയ്യനേ, അനാഥ ബാലകനേ, ആ പാട്ട്. പിന്നെ മഞ്ചാംബികയുടെ മനം കവരും മഞ്ജുളരൂപനീ
ഭഗവാനീ, ആ പാട്ട്, വിഷ്ണുമായിൽ ശിവന്റെ പുത്രനായവൻ, അങ്ങനെ കുറേ പാട്ടുകൾ. അപ്പോൾ ഇതാ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇവിടെ സമയം ഏകദേശം തീർന്നുകൊണ്ടിരിക്കലാണ്. അപ്പോൾ പാട്ടിന് ഭാവം നൽകുന്നു എന്ന അർത്ഥത്തിൽ മാത്രമല്ല ജയേന്ദ്രനെ ഭാവഗായകൻ എന്ന് വിളിക്കേണ്ടത്. ആ പാട്ട് പങ്കുവെക്കുന്ന ഭാവത്തിലേക്ക് ഗാനാസ്വാദകരെ ഉയർത്തുന്നുണ്ട് ജയേന്ദ്രൻ. അത് ഭക്തിയോ സങ്കടമോ വിരഹമോ പ്രതീക്ഷയോ എന്തോ ആവട്ടെ, ആ ഭാവം കേൾക്കുന്ന ആസ്വാദകനിലും ഉണർത്തുവാൻ വേണ്ടി പറ്റും.